ഹലോ, ഞാൻ ഡോക്ടർ സിനി സജീവ്. ഇന്ന് നമുക്ക് ഈ വിഷു ദിവസത്തിൽ ഒരു സൂപ്പർ പായസം ഉണ്ടാക്കാവേ. പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സേമിയ, പിന്നെ 4 പാക്കറ്റ് ഇത് പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, പിന്നെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ ഉരുളി, അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു, ഒരു 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചു. അതിനുശേഷം സേമിയ നന്നായിട്ട് വറുത്ത് തുടങ്ങി. പിന്നെ പാല് നമ്മൾ 4 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിൽ അങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം ഈ സേമിയ വന്നിട്ട് നല്ല ബ്രൗൺ കളറായതിനു ശേഷം പാല് തിളപ്പിച്ചത് നമ്മളിതിലേക്ക് സേമിയയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് പഞ്ചസാര വന്നിട്ട് ഞാൻ ഏകദേശം ഒരു 200 ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ബൗളോളം പഞ്ചസാരയുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് വന്നിട്ട് നമ്മളൊരു ഈ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഇടയിൽ അടുക്കി പിടിക്കാതെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് വന്നിട്ട് സിമ്മിൽ വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതങ്ങനെ വറ്റിച്ചെടുക്കണം. പിന്നെ മിൽക്ക് മെയ്ഡ് നമ്മളൊരു ടിന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഒരു 1/4 ഭാഗത്തോളം ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാല് നന്നായിട്ട് സേമിയ അടുക്കി പിടിക്കാതെ ഇടയിൽ ഇളക്കി വിടണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ല അടികട്ടിയുള്ള ഒരു ഉരുളി, ചെറിയ ഉരുളിയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രമോ വേണം ഇതിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡബ്ബയുടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാൻ മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈ സേമിയ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ അളവിൽ തന്നെയാണ് ഏകദേശം ഒരു 200-250 ഗ്രാം പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 4 പാക്കറ്റ് പാല്, പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു 1/4 ഡബ്ബ. അധികമായിട്ട് നിങ്ങൾക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒരു ഹാഫ് ബോട്ടിൽ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഗ്യാസ് സിമ്മിൽ വെച്ച് അങ്ങനെ ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ടേ ഇരിക്കണേ. അതിനുശേഷം നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ചൊരു ഏലക്ക, ഒരു 10-15 ഏലക്ക മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 15 ഏലക്കയുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ആദ്യം സേമിയ നന്നായിട്ട് വറുത്തു, നെയ്യിൽ വറുത്തു. അതിനുശേഷം നമ്മൾ 4 പാക്കറ്റ് പാല് പൊട്ടിച്ച് അതിലൊഴിച്ചിട്ട് ഒരു ബൗൾ ഫുള്ള് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് വരണം. ഇതുപോലെ ഇപ്പം നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും കൂടെ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഇനി ഏലക്ക പൊടിച്ചിടണം. അതുപോലെ തന്നെ കാഷ്നട്ട്, മുന്തിരിയും നമ്മൾ നെയ്യിൽ തന്നെ വറുത്ത് കോരിയിടണം. അപ്പോൾ അത്രയുള്ള നമ്മളുടെ സൂപ്പർ സേമിയ പായസം റെഡിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. പിന്നീട് ഏലക്ക ഞാനിങ്ങനെ ഒന്ന് പൗഡറാക്കി പായസത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്നട്ട് നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഒന്ന് കഴുകിയെടുത്തിട്ട് അതും വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇത് രണ്ടും ഈ പായസത്തിൽ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആദ്യം കാഷ്നട്ട് വറുത്ത് കോരി, പിന്നെ അതിന് ശേഷം ഉണക്കമുന്തിരി. ഇവിടെ ഞാൻ അധികവും സേമിയ പായസം ഉണ്ടാക്കുന്ന കാരണം കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. അവർക്ക് അങ്ങനെ ചുമപ്പ് പായസം, ശർക്കര പായസം അധികം ഇഷ്ടമല്ല ഇവർക്ക് ആർക്കും. അതുകൊണ്ടിട്ട് ഞാൻ അധികവും സേമിയ പായസമാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. എന്നിട്ട് ഞങ്ങൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. വിഷു, ഓണം എല്ലാം വരുമ്പോഴേക്കും അടുത്ത വീടുകളിലെല്ലാം അങ്ങനെ കുറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സൂപ്പറായിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.